ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് എൻ്റെ എഡിറ്റിംഗ് പരിപാടികളെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി കേട്ടോ. കുറച്ച് കുട്ടികൾ 4th സ്റ്റാൻഡേർഡിലെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിന്നിട്ട് വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നു. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൽ ആരോ ഒരു ബോർഡ് പിന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രേതത്തിനെ തളച്ചതാണെന്ന് ഒരാൾ. ഇവരിങ്ങനെ കഥ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സകലരെയും പേടിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ കുറച്ചു നേരം നിന്ന് സയൻറ്റിഫിക്കലി അത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ ഞാൻ പെട്ട പാട്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? പ്രേതത്തിൻ്റെ മൂവിയൊക്കെ നമ്മളിരുന്ന് തിയേറ്ററിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെയോ ഇരുന്ന് കാണും കുട്ടികളുമായിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിയേറ്ററിലാണ് പോകുന്നതെങ്കിൽ നേരെ ഫുഡ് അടിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് കുറച്ച് സമയമെടുത്ത് അവരോട് സംസാരിക്കാം. നമ്മളിപ്പോൾ കണ്ടത് ഒരു സ്റ്റോറിയാണ്, ഒരു പ്ലോട്ടാണ്, അതിങ്ങനെയൊക്കെയാണ്, ഇതൊന്നും റിയൽ അല്ല, അങ്ങനെയൊക്കെ. ഞാനിവിടെ കുക്കുനോട് സാന്താക്ലോസും ടൂത്ത് ഫെയറിയൊക്കെ റിയലാണെന്ന് പറയുമെങ്കിലും ഹ്യൂമൻ ബോഡിക്ക് ഡെത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ ഡീകമ്പോസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിള്ളേരെയൊക്കെ കൺവിൻസ് ചെയ്ത് വീട്ടിലേക്കാക്കിയ ശേഷം ഇന്നലെ ഞാൻ എന്തായാലും കോളേജിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇന്ന് കുട്ടികൾ ഈ പ്രേതത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് എന്നോട് വന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാണാൻ പോയ ഒരു പ്രേതത്തെ പറ്റി നിങ്ങളോട് പറയാമെന്ന് കരുതി. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം കോളേജിലെ ഹൈമാവതി കുളത്തെപ്പറ്റി നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ കാര്യവട്ടം BEd കോളേജിലെ 2013-14 ബാച്ചാണ്. എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിനകത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഒരു വലിയ കുളം, അതാണ് ഹൈമാവതി കുളം. എഞ്ചിനീയറിംഗ് ക്യാമ്പസിലെ കുട്ടികൾ ഹോസ്റ്റലിൽ വന്ന് മണിച്ചിത്രത്താഴിലെ KPSC എഴുതുന്ന നാഗവല്ലിയെക്കുറിച്ച് സംസാരിക്കുന്ന പോലാണ് ഹൈമാവതിയെക്കുറിച്ചും സംസാരിക്കുന്നത്. ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ കേട്ടും പറഞ്ഞും ഒക്കെ തഴക്കം വന്നൊരു കഥ. ചെളി നിറഞ്ഞ ഏതോ ഒരു കോർണറിലെ ഒരു വഴിയിലൂടെ ഒരുപാട് നടന്നാൽ ഈ ഒരു ഉപേക്ഷിക്കപ്പെട്ട കുളവും പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ കുറച്ച് അംശങ്ങളും ഒക്കെ കാണാം. അവിടെയൊക്കെ ചില അസ്വാഭാവിക അൺനാച്ചുറൽ സൈറ്റ്സും കണ്ടു എന്ന് പറയപ്പെടുന്നു കേട്ടോ. ആൻഡ് ദ സ്റ്റോറി ഗോസ് ലൈക്ക്, ഹൈമാവതി ഒരു ബ്രാഹ്മൺ വുമൺ ആയിരുന്നു. ഷീ കിൽഡ് ഹെർസെൽഫ്. അവൾ സ്നേഹിച്ച ലവർ ലോവർ കാസ്റ്റിലുള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ബന്ധുക്കളൊക്കെ അയാളെ അടിച്ചു കൊന്നു കളഞ്ഞു എന്ന്. സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഷീ ഡ്രൗണ്ട് ഹെർസെൽഫ് ഇൻ ദാറ്റ് പോണ്ട്. BEd കോളേജിലെ ഒരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ആരോ കൊണ്ടുവന്ന ചക്കവറ്റലും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചർച്ചയ്ക്ക് അങ്ങ് ചൂട് പിടിച്ചത്. ധൈര്യമുള്ളവർ വാ, നാളെ രാവിലെ നമുക്ക് പോകാമെന്ന് ജസ്റ്റ്. ഞങ്ങളപ്പോൾ ഒരു 8-10 പേരുണ്ടായിരുന്നു. ആദ്യം ഒരാൾ കൈപൊക്കി, പിന്നെ 2 ആളായി, അങ്ങനെ ഗ്യാങ്ങിലുള്ള എല്ലാവരും കൈപൊക്കി. ഇത്രയും പേരുള്ളപ്പോൾ ധൈര്യത്തിന് കുറവ് വരുത്തില്ലല്ലോ. സമയമൊക്കെ കുറിച്ചിട്ട് വൈകിട്ട് ഹോസ്റ്റലിൽ വന്ന് ഒരു ഡിക്ലറേഷൻ അങ്ങ് നടത്തി. ഞങ്ങൾ നാളെ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിനകത്ത് വരുന്നുണ്ട് ഹൈമാവതി കുളം ഒന്ന് കാണാൻ. പിറ്റേന്ന് രാവിലെ ഇറങ്ങും വരെ എല്ലാ കോർണറിലും ചൂട് പിടിച്ച ചർച്ചകളായിരുന്നു. ചേച്ചി പോവണ്ട, ഫോൺ കൊണ്ടുപോകണേ, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണേ, പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾ നടക്കുമ്പോൾ ആരുടെയും മുന്നിൽ ചെന്ന് പെടല്ലേ, അങ്ങനെ ചെന്നാൽ അവരങ്ങോട്ട് വിടത്തില്ല എന്നൊക്കെ. BEd കോളേജുകാരാണ് എഞ്ചിനീയറിംഗ് കോളേജിനകത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അതും അവിടെയുള്ളവർ വരെ പോകാത്ത ഈ ഒരു ഹൈമാവതി കുളത്തിനടുത്തേക്ക്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചേച്ച് സൺസ്ക്രീനൊക്കെ ഇട്ട് കുറിക്കാനായിട്ടുള്ള സ്നാക്സും ഒക്കെ എടുത്ത് സ്പൈക്ക് ഷൂസൊക്കെ ഇട്ട് ഒരു ട്രക്കിങ്ങിന് പോകാനുള്ള കച്ചകെട്ടൽ. എഞ്ചിനീയറിംഗ് കോളേജിനകത്തേക്ക് കയറേണ്ടതല്ലേ, അവിടുത്തെ കാര്യത്തിന് വന്ന കുട്ടികളാണെന്ന് തോന്നിപ്പിക്കുകയെങ്കിലും വേണ്ടേ. ഞാൻ BEdന് പഠിക്കുന്ന സമയത്ത് പപ്പയുടെ ഒരു ഫ്രണ്ട് നോയൽ സാർ ഈ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായിരുന്നു. എനിക്ക് ക്യാഷിനൊക്കെ ഷോർട്ടേജ് വന്നാൽ പുള്ളിയാണ് കൊണ്ട് BEd കോളേജിൽ തരുന്നത്. അന്ന് എനിക്ക് ATM കാർഡൊന്നും ഇല്ലായിരുന്നു, അക്കൗണ്ടേ ഇല്ലായിരുന്നു. അഥവാ എങ്ങനെ ഞങ്ങളെ പൊക്കിയാൽ സാറിനെ കാണാൻ വന്നതാണെന്നങ്ങ് തട്ടിവിടാമല്ലോ. മെയിൻ എൻട്രൻസും ഓഫീസ് സെക്ഷനും ക്യാൻറ്റീൻ ബിൽഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഈ വഴി. അങ്ങനെ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഇത്തിരി പ്രായം തോന്നിക്കുന്ന ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മൊത്തം 450 ഏക്കറോ മറ്റോ ഉണ്ട്. ഇതിനകത്ത് വഴി തെറ്റി പോയില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. എടാ പുള്ളി അധികം കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ ശബരി ഇച്ചിരി ധൈര്യവാനാണ് കേട്ടോ. ഇപ്പോൾ ആൾ പോലീസാണ്. അവൻ ചെന്ന് ചോദിച്ചു. പുള്ളി കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിച്ചു, വഴി കാണിച്ചു കൊടുക്കുന്ന മാതിരി. ഞങ്ങളുടെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഈ മൂവി ഡയലോഗ്സ് തട്ടിവിട്ടിട്ടുള്ള ചിരികളാണ് കേട്ടോ കൂടുതൽ. പുള്ളി കൈ കാണിപ്പൊക്കെ കഴിഞ്ഞ് നടന്ന് നീങ്ങിയപ്പോൾ അവൻ നേരെ ഞങ്ങളെ നോക്കി മൂക്കിന് മുന്നിലൂടെ കൈ കാട്ടിയിട്ട് തസ്കർ എന്നൊരു പറച്ചിൽ. ഞങ്ങളൊക്കെ ചിരിച്ച് കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഇതും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങോട്ട് പോകേണ്ട പിള്ളേരെ എന്നാ പറഞ്ഞിട്ടുള്ളതെന്ന്. ഹൈമാവതിയെ കാണാൻ ഇറങ്ങിയിട്ട് കാണാതെ എങ്ങനെ തിരിച്ചു പോന്നെ. ധൈര്യമൊക്കെ സംഭരിച്ച് രണ്ടും കൽപ്പിച്ച് ഇന്ന് എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് തന്നെ നടന്നു. മുഴുവൻ ചെളിയാണ് കേട്ടോ. ഷൂസൊക്കെ നാശമായി. നിറയെ അട്ടയെന്ന് പറഞ്ഞാൽ ചെറിയ അട്ടയൊന്നുമല്ല, നല്ല വലിയ അട്ടകൾ. കുറച്ചപ്പുറത്തേക്ക് ചെന്നപ്പോൾ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മതിലയിൽ ഏതോ ഒരു അനുഗ്രഹീത കലാകാരൻ ഹൈമാവതിയെ വരച്ച് വെച്ചിട്ടുണ്ട്, സൈഡിലൊരു നെയിം ടാഗൊക്കെ കൊടുത്തിട്ട്. ഈ മനോരമ ആഴ്ചപ്പതിപ്പിലൊക്കെ വരച്ച് വെക്കില്ലേ, അത്ര ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. മുന്നിലോട്ട് നടക്കും തോറും മരത്തിനൊക്കെ ഭയങ്കര പൊക്കം.
സൺലൈറ്റൊക്കെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നല്ല ഇരുട്ടാണ്. ഒരു വൈകുന്നേരം 5:30 മണിക്കൊക്കെ നടക്കുന്ന പോലെയാണ് അതിനുള്ളിൽ. പിന്നെ അവിടെ ആയിട്ട് പൊട്ടിയ ബാഗ്, കീറിയ ഷൂസ്, ലഞ്ച് ബോക്സസ്, ചളുങ്ങിയ ലഞ്ച് ബോക്സസ്, അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ബോട്ടിൽസും ഒക്കെ ഉണ്ട് കേട്ടോ, ഈ ലിക്കറിൻ്റെ. റോഡിൽ നിന്നും ക്യാമ്പസിൽ നിന്നും ഒക്കെ ഒരുപാട് മാറി തുടങ്ങിയപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ശ്മശാന മൂകത അതിങ്ങനെ കൂടിക്കൂടി വന്നു. തിരിച്ചു പോവാം, ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ കൂട്ടത്തിൽ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തെത്തി. കുളം കണ്ടു. അത്ര അടുത്തേക്ക് പോയില്ലെങ്കിലും എത്താറായി. ഞങ്ങളൊക്കെ പേടിച്ചു തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഏതോ ഒരു ബുദ്ധിമാൻ അയ്യോ പത്തോന്നൊരു വിളി. പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു എല്ലാവരും. തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം അകത്തേക്ക് വളഞ്ഞു കയറിയ വഴിയുടെ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. സം ഇയേഴ്സ് ബാക്ക് ക്യാമ്പസിലുള്ള വാട്ടർ സോഴ്സിനായിട്ട് ഒരു പറ്റം കുട്ടികൾ കുളം റിനോവേറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയെങ്കിൽ അത് പാതി വഴിക്ക് നിന്നുപോയി. അണ്ടിൽ എ ഫ്യൂ ഇയേഴ്സ് എഗോ സ്റ്റാഫും സ്റ്റുഡൻസും ഒന്നും അങ്ങോട്ട് പോകത്തേയില്ലായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1968-ലാണ്. ഹൈമാവതി അതിനകത്തുണ്ടെന്നും അവിടെ പോയി ആ കുളം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സ്വപ്നത്തിൽ ഹൈമാവതി വരുമെന്നൊക്കെയാണ് സൂപ്പർസ്റ്റിഷൻസ്. അവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആളുകൾ അറിയാതെ ഇരിക്കാൻ ഈ ടീംസ് പടച്ചുവിട്ട കഥയാണിതെന്നാണ് യൂണിവേഴ്സിറ്റി റിസർച്ച് യൂണിയൻ ചെയർമാനായ വിഷ്ണു KP പറഞ്ഞിരുന്നത്. ഞാനന്ന് യൂട്യൂബിൻ്റെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഡീറ്റെയിൽ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ലേ, എവറിത്തിങ് ഇൻ ഗൂഗിൾ ഇസ് നോട്ട് ട്രൂ എന്ന്. ഇൻഫാക്ട് ഗൂഗിൾ സെർച്ച് വിൽ ടെൽ യു ദാറ്റ് ദിസ് പോണ്ട് ആൻഡ് സറൗണ്ടിങ്സ് ആർ ഹോണ്ടഡ്. അതായത് ഇവിടെ പ്രേതബാധയുണ്ടെന്നായിരിക്കും ഗൂഗിളും ഇപ്പോൾ പറയുന്നത്. ഇനി ഈ കഥയിലെ സത്യത്തിലേക്ക് പോവാം. അറൗണ്ട് 2008 മാർച്ച് 16 ഈ സ്റ്റോറി പൊളിച്ചെടുക്കാനായിട്ട് 100ഓളം ആളുകൾ രാത്രി ടോർച്ചും വിളക്കും ഒക്കെ ആയിട്ട് ഹൈമാവതി ഒരു സത്യമാണോ മിഥ്യയാണോ എന്ന് തപ്പിയിറങ്ങി. അവരൊരു ഡിബേറ്റിനായിട്ടായിരുന്നു പോയത്. ഒരു പറ്റം കോളേജ് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇത് സംഭവിച്ചത്. ദ ഇവന്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റി റിസർച്ച് യൂണിയൻ ആൻഡ് സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ സൂപ്പർസ്റ്റിഷൻസ് ഒടിച്ചു മടക്കി കുളം റിനോവേറ്റ് ചെയ്ത് അത്ര വലിയൊരു വാട്ടർ സോഴ്സ് ക്യാമ്പസിന് ഉപകാരപ്പെടും വിധം യൂസ് ചെയ്യാനായിരുന്നു ലക്ഷ്യം. അതൊരു തട്ടിക്കൂട്ട് പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ ഗ്രൂപ്പിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഫോമർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ജോർജ് മാത്യു, അഹമ്മദ് ഖാൻ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ സ്വാമി സന്ദീപാനന്ദഗിരി, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഓഫ് ഭഗവത്ഗീത, പിന്നെ ക്യാമ്പസിലെ തന്നെ കുറച്ച് സ്റ്റുഡൻസും ടെക്നോ പാർക്കിലെ കുറച്ച് ടെക്കികളും പിന്നെ അവിടുത്തെ കുറച്ച് ലോക്കൽസും. അവർ ഒരു 2 hour ഡിസ്കഷൻ അവിടെ നടത്തി. അതൊക്കെ കഴിഞ്ഞ് അവരത് ഡിക്ലെയർ ചെയ്തു, ഇറ്റ് ഈസ് എ മിത്ത്. അവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല. ഒരു നെഗറ്റീവ് വൈബ്സോ നെഗറ്റീവ് എനർജിയോ ഹൈമാവതിയുടെ പ്രേതവോ ഒന്നും അവിടെ ഇല്ല. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ് എന്ന് എഴുതി കാണിച്ച ചില മൂവി കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇതുപോലെ തന്നെയായിരിക്കും നടന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ, ചില കണക്ഷൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഹൈമാവതി സ്റ്റോറിക്കും ചില കണക്ഷൻസ് ഉണ്ട്. സം ഇയേഴ്സ് ബാക്ക് ഹൈമാവതി എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ ആ കുളത്തിൽ വീണ് മരിക്കുകയും ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. പ്രേമനൈരാശ്യമോ കാമുകനെ കൊന്നതിൻ്റെ ദേഷ്യമോ ഒന്നുമില്ലായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ ആ കുളത്തിൽ വീണ് മരിച്ച ഒരു പെൺകുട്ടി. പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ക്യാമ്പസിൻ്റെ അകത്തൊരു അടിപിടി ഉണ്ടായിരുന്നു. അപ്പർ കാസ്റ്റിൽ പെട്ട ഒരാൾ ലോവർ കാസ്റ്റിൽ പെട്ട ഒരാളെ കൊന്നു. അടിയുടെ ഇടയ്ക്ക് പറ്റിയതാവണം, എന്തായാലും ആൾ മരിച്ചു. പക്ഷേ അതിങ്ങനെ പ്രേമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിട്ടല്ല, അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തോ ഇഷ്യൂവിൻ്റെ പേരിലുണ്ടായ അടിയിൽ സംഭവിച്ചു പോയതാണ്. ഈ 2 സ്റ്റോറിയും കൂടെ ആൾക്കാരങ്ങ് ലിങ്ക് ചെയ്തതാണ്. ഹൈമാവതിയുടെ മരണത്തിന് ശേഷമാണ് ഈ പറഞ്ഞ മരണം അവിടെ നടക്കുന്നത്. അങ്ങനെ ആ 2 പാവങ്ങൾ അറിയാതെ തന്നെ അവർ പ്രേമിച്ചു തുടങ്ങിയിരുന്നു. പുള്ളി ഒരു ലോവർ കാസ്റ്റ് ആയിരുന്നു, ഹൈമാവതിയെ ബ്രാഹ്മിണാക്കി, കാസ്റ്റ് ഇഷ്യൂസ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ. പിന്നെ ഈ പടച്ചുവിട്ട കഥ ഇങ്ങനെ ചൂടുപിടിച്ച് മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ക്യാമ്പസിലെ തന്നെ കുറച്ച് കുട്ടികൾ ഇതൊരു സ്ക്രീൻ പ്ലേക്കോ ഡ്രാമയ്ക്കോ മറ്റോ പ്ലോട്ടായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗും ഒക്കെ എഴുതിയ കലാകാരൻ്റെ കലാസൃഷ്ടി എന്നതിനപ്പുറം ഇത് തന്നെയാണ് നടന്നതെന്നുള്ള ഒരു സ്റ്റോറി പരക്കാൻ തുടങ്ങി. ആ കഥയാണ് ഇങ്ങനെ പറഞ്ഞ് കാര്യവട്ടം ക്യാമ്പസിൽ വരുന്ന എല്ലാ കുട്ടികളോടും മുമ്പുള്ളവർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഈ കഥയുടെ വേറൊരു ഡീറ്റെയിലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഹൈമാവതി വീണു മരിച്ച കുളമല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ ഈ റിനോവേറ്റ് ചെയ്ത് കുളത്തിലല്ല ഹൈമാവതി വീണു മരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു കുളത്തിലാണ് ആ കുട്ടി വീണ് മരിക്കുന്നത്. കോളേജിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ശേഷം അക്വാറ്റിക് ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ച പോണ്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഈ പറയപ്പെടുന്ന കുളം ആക്ച്വലി ഹൈമാവതി വീണ കുളം ആയിരുന്നില്ല. പിന്നെ അവിടെ ഇങ്ങനൊരു കുളം വന്നതുകൊണ്ടും അത് അന്ന് വുമൺസ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് വാഷിങ്ങിനായിട്ടോ മറ്റോ നിർമ്മിച്ചതാവണം എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹൈമാവതി വീണ് മരിച്ച കുളം വേറെ ഏതോ ആണ്, മൂടിപ്പോയ മറ്റേതോ കുളം. പിന്നെ ഇങ്ങനൊരു കുളം അവിടെ വന്നതുകൊണ്ട് ഇവിടെയാണത് നടന്നതെന്നുള്ള കഥയായി. പിന്നെ നേരത്തെ പറഞ്ഞ ആ 2 ഡെത്തും കൂടെ ആയപ്പോൾ അതങ്ങ് കണക്ട് ചെയ്ത് നല്ല അടിപൊളിയൊരു കഥ ആരോ പടച്ചു വിട്ടു.
എന്തായാലും ആ ഒരു ഡിബേറ്റിൻ്റെ അവസാനം അവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഇല്ല എന്നും ഹൈമാവതി എന്ന് പറയുന്നത് ജസ്റ്റ് എ മിത്താണെന്നും ഹൈമാവതി മരിച്ചു, അതോടുകൂടി ആ കഥ കഴിഞ്ഞു എന്നുമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ക്യാമ്പസിൽ നിന്ന് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയ സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ പോണ്ട് റിനോവേറ്റ് ചെയ്യാനുള്ള പെർമിഷനുമായി. ഗവൺമെൻറ് ഒരു 15 lakh rupees മറ്റോ ആണ് അന്ന് അതിന് അലോ ചെയ്തത്. പോണ്ട് റിനോവേറ്റ് ചെയ്ത് അവിടെ സ്റ്റുഡൻസിന് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് നല്ലൊരു പാർക്ക് ഏരിയ ഉണ്ടാക്കാനായിട്ട്. അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ആ മാർച്ചിൽ അവിടുത്തെ റെനോവേഷൻ ഇനാഗ്രേറ്റ് ചെയ്തു. അന്നത്തെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, ടൂറിസം ആൻഡ് ദേവസ്വമാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഈ സംഭവങ്ങൾക്കൊക്കെ ക്ലാരിറ്റി വരുന്നത് 2018-ലും ഞങ്ങൾ അവിടെ പോയത് 2013-ലുമാണ്. തിരിച്ചു വന്നു കഴിഞ്ഞ് ഉള്ളിലിങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ രാത്രി എല്ലാവരും സ്വപ്നത്തിൽ എന്തൊക്കെയൊക്കെ കണ്ടിരുന്നു. ഞാനും കണ്ടു തൊപ്പി വെച്ച ഒരാളെ. ഹൈമാവതി എന്തായാലും തൊപ്പിയും വെച്ച് നടക്കില്ലല്ലോ. അപ്പോൾ അതാണ് പ്രേതത്തിനെ കാണാൻ പോയ ഞങ്ങളുടെ കഥ. ഇന്നത്തെ ലഞ്ചിന് ഞാൻ ചെയ്തത് ക്യാരറ്റ് ഇട്ടൊരു എരിശ്ശേരിയാണ് കേട്ടോ. മത്തങ്ങ ഇട്ടാണ് സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുന്നതെങ്കിലും ഇവിടെ ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റിനും അതുപോലൊരു മധുരമൊക്കെ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ നോൺ വെജ് ഇല്ലാതിരുന്നത് കൊണ്ട് ഉണക്ക നെത്തോലിയാണ് എടുത്തിരുന്നത്. നെത്തോലി ആദ്യം പാനിലിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ, ഞാൻ ചെയ്തതുപോലെ. അല്ലാണ്ട് നമ്മളെടുത്ത് ഉണക്കിയ നെത്തോലി, അത് ഏത് മീനായാലും ഉണക്കിയ മീൻ ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചാൽ അതിങ്ങനെ പതിഞ്ഞ് കിടക്കും, ഒരു ക്രിസ്പിനെസ് വരത്തില്ല. ഇങ്ങനെ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തേച്ച് അത് വെളിച്ചെണ്ണയിൽ പൊരിക്കുവാണെങ്കിൽ ഇങ്ങനെ ക്രിസ്പായിട്ടിരിക്കും. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് സവാളയും കറിവേപ്പിലയും ഒരുപാടിട്ട് വഴറ്റി ഒരു ബ്രൗൺ നിറം വന്ന് തുടങ്ങുമ്പോൾ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. പൊടികളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് വറുത്ത നെത്തോലി ഇട്ട് കൊടുത്താൽ നെത്തോലി ഉള്ളി മുളകിട്ടത് റെഡിയായി കേട്ടോ. എരിശ്ശേരിക്ക് പയർ ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലും അടിച്ചിരുന്നു. തലേന്ന് കുതിർത്തി വെച്ചാൽ ഇത്രയിട്ട് വേവിക്കണ്ട കേട്ടോ. പയർ വെന്ത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചതിന് ശേഷമാണ് അരപ്പിട്ടത്. അരപ്പിനായിട്ട് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് ഞാൻ രാത്രി കുറച്ച് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. കാരണം രാവിലെ പയർ വേകാനുള്ളത് കൊണ്ട് എൻ്റെ കയ്യിൽ ആകെ 2 കുക്കറേ ഉള്ളൂ. ഒന്നിൽ ചോറും വെക്കണം, ഒന്നിൽ പിന്നെ പരിപ്പും പയറും വേവിച്ചെടുത്താൽ ഞാൻ ലേറ്റ് ആവും. അതുകൊണ്ട് പരിപ്പും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വേവിച്ച് വെച്ചിരുന്നു. പരിപ്പല്ലേ അതങ്ങ് കട്ട പിടിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് കെറ്റിലിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് അത് താളിച്ചിട്ടത്. ഈ 2 കറിയും താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയും കടുകും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തത്, ചെറിയുള്ളിയല്ല. കറിവേപ്പിലയും 2 വറ്റൽമുളകും ലേശം കാശ്മീരി മുളക് പൊടി ഒരു നിറത്തിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തിയും തേങ്ങ അരച്ച മീൻകറിയും താളിക്കുന്നതിനൊഴികെ ബാക്കി എല്ലാത്തിനും ചുവന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി ഇട്ട് താളിച്ചാൽ നല്ലൊരു മണമൊക്കെ ആട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 25 രൂപയ്ക്ക് ഒരു പാക്കറ്റ് എന്ന നിരക്കിൽ ഇവിടെ ഒരു ചേട്ടൻ ഇത് വിൽക്കാൻ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ 4 പാക്കറ്റൊക്കെ അടുപ്പിച്ച് മേടിച്ച് വയ്ക്കും. അതിനിടയിൽ 2 ദിവസം രാത്രി കഞ്ഞിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡോ ഒക്കെ ആയാൽ ചപ്പാത്തി അങ്ങനെ തന്നെ ഇരുന്ന് പോകും. അപ്പോൾ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് എടുക്കും. കുക്കുവിൻ്റെ ലഞ്ച് ബോക്സിലേക്ക് എരിശ്ശേരി ഇട്ട് കുഴച്ച ചോറും 2 കാടമുട്ടയും നെത്തോലി വറുത്തതും പിന്നെ പപ്പടവും വെക്കുന്നുണ്ട്. നെത്തോലി വറുത്തിട്ട് ഇങ്ങനെ ഉള്ളിമുളകൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന് ആ ഉണക്കമീൻ്റെ ഒരു മണമൊന്നും വരത്തില്ല കേട്ടോ. അവനിങ്ങനെ കറമുറ അതെടുത്ത് കടിക്കാനും ഇഷ്ടമാണ്. സ്നാക്സിനായിട്ട് വേഫേഴ്സും ബിസ്ക്കറ്റ്സും തന്നെയാണ് എടുത്ത് വെക്കുന്നത്. ഫ്രൂട്ട്സ് അല്ലാണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കഴിക്കാൻ സമയമില്ലെന്നാണ് ആളിപ്പോൾ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഓരോ പീരീഡ് ടീച്ചേഴ്സ് ഇറങ്ങിക്കഴിയുമ്പോഴും 2 പീസ് ആപ്പിളോ അല്ലെങ്കിൽ 2 ഗ്രേപ്സോ എടുത്ത് വായിലിട്ടാൽ മതിയെന്ന്. പക്ഷേ അവൻ അത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. ഓരോ ടീച്ചേഴ്സ് ഇറങ്ങുമ്പോഴും അവൻ ഈ സ്നാക്സ് ബോക്സിൽ നിന്ന് ഒരു ബിസ്ക്കറ്റോ വേഫറോ എടുത്ത് കഴിക്കും. എന്നിട്ട് വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഫ്രൂട്ട് എടുക്കും. അതാകുമ്പോൾ ഷെയറിംഗ് എന്ന പേരിൽ കൂട്ടുകാരെയൊക്കെ കൊണ്ട് തീറ്റിക്കാമല്ലോ. അവൻ ഇങ്ങനെ കേട്ടോ, ഏത്തപ്പഴം, ചെറിയ പഴം, ചുവന്ന പഴം, ഇങ്ങനെ പ്ലാന്റെയിൻ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാം കഴിക്കും. പക്ഷേ അതല്ലാണ്ട് ഒരു ഫ്രൂട്ട്സും അവൻ കഴിക്കില്ല. ഗ്രേപ്സോ ഓറഞ്ചോ ആപ്പിളോ ഒന്നും. ഇടയ്ക്കിങ്ങനെ ഡെല്ല പറയുമ്പോഴത്തേക്ക് ഒരു കമ്പനിക്ക് കൂടെ വാട്ടർമെലൺ ജ്യൂസ് എന്നൊക്കെ പറയുമെങ്കിലും അതും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. നിലു ആണെങ്കിൽ പിന്നെ ഗ്രേപ്സിൻ്റെ ആളാട്ടോ. ആലൻ്റെ ഫ്രണ്ട്സൊക്കെ അവനെ മുന്തിരിക്കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അവരിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഗ്രേപ്സ് വാങ്ങിക്കാറുമുണ്ട്. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കും. ഗ്രേപ്സ് 2-3 എണ്ണം ഒരുമിച്ച് വായിലിട്ടിട്ട് എല്ലാം കഴിച്ച് കഴിഞ്ഞ് കറക്റ്റായിട്ട് തൊലിയും കുരുവും തിരിച്ച് തുപ്പിക്കളയും. ആപ്പിൾ കണ്ടപ്പോൾ മുന്തിരിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു നോക്കിയതാണ്. പക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനത് തിരിച്ച് എനിക്ക് തന്നെ തന്നു. ആപ്പിൾ കറക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇത്തിരി ഉപ്പും വെള്ളം ഒഴിച്ച് അവിടെ വെച്ചത്. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ അത് നന്നായിട്ട് ഇരുന്നോളും വൈകുന്നേരം വരെ. ഒരു ദിവസം മേലെ, ഒരു ദിവസം താഴെ, ഒരു ദിവസം മുറ്റം എന്ന രീതിയിലാണ് എൻ്റെ ക്ലീനിങ് റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ചില ചേഞ്ചസൊക്കെ നിങ്ങൾ കാണുന്നത്. ചില ദിവസം ഞാൻ വരുമ്പോഴേക്ക് അമ്മ വീടൊന്ന് തൂത്തോ ഒന്ന് തുടച്ചോ ഒക്കെ ഇട്ടിരിക്കും കേട്ടോ. എന്നാലും അമ്മ മേളിലേക്ക് വരൽ കുറവാണ്. കാരണം നിലു കൂടെ ഉള്ളതുകൊണ്ട് അവനും കയറി വരും. അമ്മയ്ക്ക് പിന്നെ അവനെ നോക്കാനും പാടായിരിക്കും.
മേലെയാണെങ്കിൽ പൊടി ഇത്തിരി കൂടുതൽ വരും കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു സൈഡിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പനമ്പ ഇട്ട 3 വലിയ പാളി ജനലുകളാണുള്ളത്. അവിടെ അങ്ങനെ ഗ്രില്ലോ മറ്റോ ഒന്നുമില്ല. ബസ്സൊക്കെ ഓടുന്ന റോഡ് മുന്നിലുള്ളതുകൊണ്ട് പൊടി നല്ല രീതിയിൽ ഇങ്ങ് അടിച്ചു കയറും. അപ്പോൾ ഇന്നൊന്നെങ്കിൽ ഇവിടെ തൂക്കണം അല്ലെങ്കിൽ തുടയ്ക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാലും തുടയ്ക്കുന്നില്ല, സമയം വൈകി. അതുകൊണ്ട് ഇന്നങ്ങ് തൂത്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളും ഇതുപോലെ എന്തെങ്കിലും പ്രേതത്തിൻ്റെ സീരീസോ മൂവിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്ക്, പ്രേതം ഉണ്ടോ എന്ന്. അവരെന്താ പറയുന്നതെന്നൊന്ന് കേട്ടിട്ട് അതങ്ങ് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തേരെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ 4th സ്റ്റാൻഡേർഡിൽ സംഭവിച്ചത്, എനിക്ക് ഉറപ്പാണ് ഇന്ന് അതിൽ ഏതെങ്കിലും ഒരാൾ രാത്രി വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും. മരത്തിൽ കണ്ടൊരു ബോർഡ് പിന്ന് അതാരോ കുട്ടികളാരും ചവിട്ടണ്ടെന്ന് കരുതി താഴെ കിടന്നതെടുത്ത് മരത്തിലോട്ട് കുത്തി വെച്ചതായിരിക്കും. അത് കണ്ടിട്ട് അവർ ഇത്രയൊക്കെ ഇമാജിൻ ചെയ്തെങ്കിൽ ഇതിനപ്പുറം ഒക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ചില കുട്ടികളുണ്ടാവും. വളരെ കാര്യമായിട്ട് അവരോട് സംസാരിച്ച് ഇതൊക്കെ സ്പെഷ്യൽ എഫക്ട്സ് ആണെന്നും ഇനി എന്താണ് സ്പെഷ്യൽ എഫക്ട്സ് എന്നും അതെങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അവർ ഈ മൂവിയിൽ കാണുന്നതൊന്നും റിയൽ അല്ല എന്നുള്ളത് അവരുടെ ബ്രെയിനിലേക്ക് ഇട്ട് കൊടുക്കുക. അവരുടെ ബ്രെയിനിൽ നമ്മൾ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നതെല്ലാം അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ പ്രേതം ഉണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് പാടുപെടേണ്ടി വരും അങ്ങനൊരു സാധനം ഇല്ല എന്നവരെ പഠിപ്പിക്കാനായിട്ട്. ഇപ്പോഴേ തുടങ്ങിയാൽ മുന്നോട്ടുള്ള ജേണിയിൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളോട് ഒരു സന്തോഷം കൂടെ പറയാനുണ്ട്. FBയിൽ 5K ആയി കേട്ടോ ഫോളോവേഴ്സ്. എനിക്കിനി വീഡിയോസിനിടയിൽ ആഡ്സ് കൊണ്ടുവരാനായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ FBയിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇവിടെയും എനിക്കിനി വീഡിയോയുടെ ഇടയിൽ ആഡ്സിന് റവന്യൂ കിട്ടിത്തുടങ്ങും. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് റവന്യൂ ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കാനായിട്ട് FBയിലാണെങ്കിൽ അത് 1 വീക്കും യൂട്യൂബിലാണെങ്കിൽ ഇറ്റ് മൈ ടേക്ക് അപ് ടു 24 or 72 hours എന്നൊക്കെയാണ് കാണിക്കുന്നത്. എനിക്കെന്തായാലും എല്ലാ വീഡിയോയുടെയും സൈഡിലായിട്ട് ഒരു ഡോളറിൻ്റെ സിമ്പൽ പോലെ തോന്നിക്കുന്ന ഒരു സിമ്പൽ വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ കാണിച്ചു തുടങ്ങിയാൽ ഞാൻ പറയാം കേട്ടോ എത്രയാണ് എനിക്ക് കാണിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. എനിക്കിതുവരെ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിളിൽ നോക്കിയാൽ അത് പറയാനായിട്ടുള്ള ധൈര്യം എനിക്കില്ല. ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം. പിന്നെ ആരെങ്കിലുമൊക്കെ എന്നെ യൂട്യൂബിലെടുത്ത് പൊങ്കാലയിടും. അതിനേക്കാളും നല്ലത് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിറങ്ങുവാണ്. സ്ട്രോബെറിയുടെ മണമുള്ള ഒരു സ്പ്രേ ഉണ്ട് ഇവിടെ. അത് ഞാൻ ഇന്നലെ പറഞ്ഞ് എൻ്റെ മാമി കൊടുത്തു വിട്ടതിലുള്ളതാണ്. പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, മിസ് കേക്ക് തിന്നിട്ടാണോ വന്നേന്ന്. നിലുവും അമ്മയും കൂടെ അപ്പുറത്ത് ലില്ലിയംസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അലൻ എണീറ്റിട്ടില്ല. ലഞ്ചിന് എടുക്കാനുള്ള പപ്പടം ഞാൻ ഇന്നലെ രാത്രി തന്നെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ബൈ.